ഭയങ്കര സങ്കടമായിട്ടുള്ള ഒരു ന്യൂസാണ്. ഷിംജിത മുസ്തഫൻ്റെ ആ ഒരു വീഡിയോ കാരണം ദീപക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യുവാവ് ആത്മഹത്യ ചെയ്തിട്ടുള്ളത്. അപ്പം അത് സത്യത്തിൽ നമുക്ക് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര സങ്കടമുള്ള ഒരു കാര്യമാണ്. കാരണം ഇന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ത്രീകൾക്ക് നിയമം നല്ല അനുകൂലമായിട്ടുള്ളൊരു സമയമാണ്. അപ്പം അത് ചില ആൾക്കാർ മിസ്യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതിൽ പെട്ട ഒരാളാണ് ഷിംജിത മുസ്തഫ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു വ്യക്തി. കാരണം ഈ ഒരു വ്യക്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ചില്ലറ ആളൊന്നുമല്ല. കാരണം അരീക്കോട് നിന്നിട്ടുള്ള കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയാണ്. പിന്നെ കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റും കൂടിയാണ് ഈ ഒരു ഷിംജിത എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഷിംജിതൻ്റെ ഈ ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. ഒരു സംഗതി നമ്മൾ എൻജോയ് ചെയ്ത് നമ്മളിപ്പോൾ ബസ്സിലൊക്കെ പോകുമ്പോൾ ഒരു വീഡിയോ നമ്മൾ എടുക്കല്ലോ, അതപ്പോൾ എൻജോയ് ചെയ്തിട്ട് ആ ഒരു വീഡിയോ എടുക്കുന്ന ആളായിട്ടാണ് നമുക്ക് ഫസ്റ്റ് ഈ ഒരു ക്ലിപ്സ് കാണുമ്പോൾ നമുക്ക് തോന്നാം കേട്ടോ. പക്ഷേ അതിൻ്റെ ഷിംജിത പറഞ്ഞതാണ്. കാരണം അയാൾ പിന്നെ ബാഡ് ടച്ച് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. കാരണം ബാഡ് ടച്ച് ചെയ്യുന്ന ഒരാളെടുത്ത് നമ്മൾ ഒരിക്കലും ഇത്ര കംഫർട്ടായിട്ട് നിൽക്കാൻ നമുക്ക് കഴിയില്ല. ഇപ്പം എനിക്കുണ്ടായ ഒരു അനുഭവം പറയാമെന്നുണ്ടെങ്കിൽ, ഒരു വർഷത്തിന് മുൻപ് ഞാൻ കോഴിക്കോട് പുതിയ സ്റ്റാൻഡിൽ ഇങ്ങനെ ബസ്സിന് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് ഒരാൾ കുറച്ച് മോശമായിട്ടുള്ള രീതിയിൽ സംസാരിച്ചു. പക്ഷേ ആ ഒരു സംസാരം കേട്ടപ്പോൾ ഫസ്റ്റ് തന്നെ ഞാനൊന്ന് പാനിക്കായിട്ടോ. പിന്നെ ഞാൻ തൊട്ടടുത്തുള്ള പോലീസിൻ്റെ എയ്ഡ് പോസ്റ്റ് ഓഫീസ് ഉണ്ട്, അവിടെ കയറിയിട്ട് ഞാൻ പുതിയ സ്റ്റാൻഡ് അറിയുന്ന ആൾക്കാർക്ക് മനസ്സിലാവും. അപ്പോൾ അവിടെ കയറിയിട്ട് ഞാൻ അവിടെ കംപ്ലയിൻറ്റ് ചെയ്ത് സാറിനോട് ഞാൻ പറഞ്ഞു. അപ്പോൾ സാർ എന്നോട് പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇങ്ങനത്തെ കാര്യമൊക്കെ വരുമ്പോൾ നമ്മൾ ഫസ്റ്റ് എന്താ ചെയ്യേണ്ടത്, പ്രതികരിക്കണം. അതിന് ശേഷമാണ് നമ്മൾ കംപ്ലയിൻറ്റ് കൊടുക്കേണ്ടത്. അപ്പം ഇവിടെ ഈ ഒരു ഷിംജിത ചെയ്തിട്ടുള്ളത്, ഇത് നല്ലോണം എൻജോയ് ചെയ്തിട്ട് വീഡിയോ എടുത്തിട്ട് അത് സോഷ്യൽ മീഡിയയിൽ പബ്ലിക് ചെയ്ത്. ഇപ്പം ഇവൻ ഞാനാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഞാൻ ആ വ്യക്തിനെ ഒന്നുകിൽ ഞാൻ ചീത്ത പറയും, അല്ലെങ്കിൽ നേരെ പോയിട്ട് ഞാൻ കണ്ടക്ടറോട് പറയും അയാൾ ഇങ്ങനെ പെരുമാറുന്നുണ്ട് എന്നോട് എന്നുള്ളത്. അപ്പോൾ ഇതൊന്നും ഇവിടെ ചെയ്തിട്ടില്ല. ഇയാൾക്ക് വേണ്ട കുറച്ച് ക്ലിപ്സും കാര്യങ്ങളൊക്കെ ഇട്ട് അത് സോഷ്യൽ മീഡിയയിലേക്ക് ഇട്ട് കൊടുത്തുകൊണ്ട് പറഞ്ഞു ഇനി നിങ്ങൾ പറയൂ എന്നുള്ളത്. അപ്പം ഏതൊരു വ്യക്തിയായിട്ടുണ്ടെങ്കിലും, കാരണം ദീപക് അവിടെ ജെന്യുവൻ പേഴ്സൺ ആയിട്ടാണ് നമുക്ക് തോന്നുന്നത്. കാരണം ജെന്യുവൻ പേഴ്സൺ അല്ലാത്ത ഒരാളാണ് ദീപക്. ഇനിയിപ്പം മേ ബി അങ്ങനെയുള്ള ഒരാളാണ്, ഇങ്ങനെയൊക്കെ സ്ത്രീകളോട് ബാഡ് ടച്ച് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ദീപക്കിന് ഒരിക്കലും അവിടെ സൂയിസൈഡ് ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നില്ല. അപ്പോൾ അങ്ങനെ ഈ ഒരു ബാഡ് ടച്ച് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ അയാൾ ഇന്ന് വേറെ ഇപ്പോൾ ഒരു വ്യക്തി അല്ലെങ്കിൽ വേറൊരു വ്യക്തി അത് അയാൾ ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷേ ഇയാളൊരു ജെന്യുവൻ പേഴ്സൺ ആയതുകൊണ്ടാണ് ഇയാൾക്ക് ആ ഒരു വിഷമം താങ്ങാൻ കഴിയാത്തതും പിന്നെ നാട്ടുകാരുടെ ഇടയിൽ എങ്ങനെ നോക്കും എന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റ് ആയതുകൊണ്ടാണ് അയാൾ സൂയിസൈഡ് ചെയ്തത്. പോയ ഒരു അബദ്ധം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾ ജോലിക്ക് പോകാനായി നോക്കിയപ്പോൾ ഫ്രണ്ട്സാണ് പറഞ്ഞത് ഇന്ന ദിവസം വീട്ടിൽ തന്നെ ഇരുന്നു എന്നുള്ളത്. പക്ഷേ ആ ഒരു സോഷ്യൽ മീഡിയ ഒന്ന് ചെക്ക് ചെയ്താൽ മതിയായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പോസ്റ്റ് വൈറലായതിനു ശേഷം അതിന് താഴെ ഒരുപാട് ആൾക്കാർ ഷിംജിതയ്ക്ക് നെഗറ്റീവായിട്ടാണ് പറഞ്ഞത്. കാരണം ഷിംജിത അത് മനഃപൂർവ്വം ക്രിയേറ്റ് ചെയ്തൊരു വീഡിയോ ആയിട്ടാണ് അത് പറയുന്നത്. കാരണം ഈ ഷിംജിത വീഡിയോ ഇങ്ങനെ ദീപക്കിൻ്റെ കൈ ഷിംജിതൻ്റെ മേലിൽ തട്ടുന്നത് പോലും ദീപക് അറിയുന്നില്ല. ദീപക്കിൻ്റെ കയ്യിലൊരു ബാഗും ഉണ്ട്. അപ്പം കുറേ കമൻസ് അങ്ങനെ കാണാം. അപ്പോൾ നമ്മൾ എന്താ പറയുക, ആ ഒരു കമൻസ് കണ്ടാലെങ്കിലും ഇയാൾ ഈ ഒരു ദീപക് ആ ഒരു തീരുമാനത്തിൽ നിന്ന് പിന്മാറാൻ സാധിക്കുമായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു മരണം സൂയിസൈഡ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് സെക്കൻഡിൻ്റെ ഉള്ളിൽ എടുക്കുന്ന ഒരു തീരുമാനമാണ് നമുക്ക് മരിക്കുക എന്നുള്ളത്. ജീവിച്ച് കാണിക്കാനാണ് നമുക്ക് പ്രയാസം. ദീപകിൻ്റെ കാര്യത്തിൽ ഇതൊന്നും അങ്ങനെ ഒരു മരിക്കേണ്ട ഒരു കേസല്ല. കാരണം എന്താ വെച്ചാൽ ഒരു കേസ് ഫയൽ ചെയ്താലൊക്കെ നമുക്ക് തെളിയിക്കാൻ ഇഷ്ടം പോലെ പിന്നെ വഴികളുണ്ട്. നമുക്ക് ഈ ഒരു ഫോണ് പിന്നെ ബസ്സിലുള്ള CCTVൻ്റെ ഫുട്ടേജ് ഉണ്ട്, അതൊക്കെ വെച്ചിട്ട് നമുക്കത് ക്ലിയർ ആക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ചിലപ്പം ആലോചിച്ചിട്ടുണ്ടാവും ഇങ്ങനെ എനിക്ക് ഒരു എന്താ പറയുക പിന്നെ നാണം കെട്ടിട്ട് ആരെയും മുന്നിൽ ജീവിക്കേണ്ട എന്നുള്ള ആ ഒരു വന്നിട്ടുണ്ടോ. അപ്പോൾ നമുക്ക് ഷിംജിതൻ്റെയിലേക്ക് വരാം. ഷിംജിത് അത് ചെയ്യാനുള്ള റീസൺ ചിലപ്പം അവരുടെ ഒന്ന് പബ്ലിക്കലി റീച്ച് ആവാന്നുള്ളതായിരിക്കും. പക്ഷെ അതിനു വേണ്ടി അവർ കൊടുത്തത് ഒരു കുടുംബത്തിൻ്റെ മൊത്തം പ്രതീക്ഷയാണ് അവർ കൊടുത്തത്. പിന്നെ ഷിംജിത പറയുന്ന രണ്ടാമത്തെ ഒരു കാര്യം കൂടി നമുക്കൊന്ന് കേട്ടോ. പയ്യന്നൂർ ബസ് സ്റ്റാൻഡിലേക്കുള്ള ബസ്സിലായിരുന്നു. അത് നല്ല ബസ്സായിരുന്നു ബസ്. അപ്പോൾ ഞാൻ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് എന്റെ മുന്നിലായിരുന്നു ഇയാൾ ഉണ്ടായിരുന്നത്. അപ്പോൾ അതിന്റെ മുന്നിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടിയുടെ മുഖവും ബിഹേവിയറും ഒക്കെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഭയങ്കര ഡിസ്കംഫർട്ട് ആയിട്ടാണ് നിൽക്കുന്നത് എന്നുള്ളത്. അയാൾ അങ്ങനെ ഒട്ടിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്നത്. ഷിംജിത പറഞ്ഞ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഷിംജിത പിന്നെ ദീപക് മുന്നിൽ നിൽക്കുന്നത്, ദീപക്കിന്റെ മുന്നിൽ ഒരു പെൺകുട്ടി നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ പെൺകുട്ടീനോട് ദീപക് മോശമായിട്ട് എന്തോ ബാഡ് ടച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ പെൺകുട്ടി ഡിസ്കംഫർട്ട് ആവുന്നുണ്ട് എന്നുള്ളത്. ഈ രണ്ടാൾ പിറകിൽ നിൽക്കുന്ന ഷിംജിത എങ്ങനെയാണ് ഏറ്റവും ഫ്രണ്ടിലുള്ള ഈ ഒരു പെൺകുട്ടി ഡിസ്കംഫർട്ടായി നിൽക്കുന്നത് ഷിംജിതക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇത്രയും മണിക്കൂറുകളായിട്ടും ഈ ഒരു പറഞ്ഞ പെൺകുട്ടി ഒരു പരാതി അവിടെ ഫയൽ ചെയ്തതായിട്ട് നമുക്ക് അറിവില്ല. അപ്പം ഇതൊക്കെ ഷിംജിത മെനഞ്ഞെടുത്ത കുറച്ച് കഥകളാണ്. കാരണം
മെയിൻലി ഷിംജിതക്ക് റീച്ച് ആവണം എന്നുള്ള ഒരൊറ്റ ഉദ്ദേശമുള്ളൂ. പിന്നെ ഷിംജിത പറയുന്നുണ്ട് ഞാനൊരു സെൽഫ് ക്യാമറ ഓൺ, പിന്നെ നമ്മളൊരു സെൽഫി എടുക്കുമ്പോൾ ക്യാമറ ഓണാക്കി അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഈ ദീപക് എന്ന് പറയുന്ന വ്യക്തി നോക്കുന്നുണ്ട് എന്നുള്ളത് ജസ്റ്റ് അയാൾ നോക്കിയിട്ടുണ്ടാവും. കാരണം അല്ലാത്ത അയാളിപ്പോൾ അങ്ങനെ ഒരു ബാറ്റ ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് അതിലേക്ക് നോക്കേണ്ട ആവശ്യം അവിടെ വരുന്നില്ലല്ലോ. അയാൾ സാധാരണ ഒരു ക്യാമറ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ അത്ര തന്നെ. അതൊക്കെ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു സംഗതി തന്നെയാണ്. ഇത് ഓണം കുറച്ച് റീച്ചായ ഒരു ചാനലുണ്ടെന്ന് വിചാരിച്ചിട്ട് നമുക്ക് എന്തും ചെയ്യാന്നുള്ള ആ ഒരു ഇത് പിന്നെ കൺസെപ്റ്റ് ഉണ്ടാവരുത് ഈ പിന്നെ വീഡിയോ എടുക്കുന്ന ആൾക്കാരുടെ ഇടയിൽ. അപ്പോൾ എന്തായാലും ഷിംജിതക്കെതിരെ നല്ല രീതിയിൽ ആക്ഷൻ എടുക്കണം തന്നെയാണ് കേട്ടോ എല്ലാവരുടെയും ഒരു അഭിപ്രായം. ഇനി ഇങ്ങനെയുള്ള സൂയിസൈഡും ഇങ്ങനെയുള്ള വീഡിയോസും ഒന്നും ഇടാനും ആർക്കും ധൈര്യം ഉണ്ടാവരുത്.